പത്തരമാറ്റിൻ്റെ ചെറിയൊരു പ്രമോശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആദർശ്. അതുകൊണ്ട് തന്നെ ആദർശ് നയനയും ആദർശും കൂടി അച്ഛനെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, ആ പാല് കാച്ചി വെച്ചത് ആദർശിൻ്റെ ഭാര്യയാണെന്ന് പറയും. അതുകൊണ്ട് അവൾ തന്നെ അതിൽ വിഷം ചേർക്കണമെന്നുണ്ടോ? നയനെ വന്ന് കയറി അന്ന് തുടങ്ങി അടുക്കളയിൽ പാചകം ചെയ്യുന്നതാണ്. ഇവിടെ ഒരാൾക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ ചില ആൾക്കാർ വന്നതിന് ശേഷമാണ് ഈ വീടിൻ്റെ താളം തെറ്റിയത്. അതാരെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ എന്നൊക്കെ പറയും. അതിനുശേഷം ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ അനാമിക നമ്മുടെ അനിയനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ആണുങ്ങളെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞപ്പോൾ അവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താ നിൻ്റെ വീട്ടിലെ ആണുങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ നോക്കിയോ? അതേടി ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ നട്ടെല്ലുള്ളവരാണ്. ഒരു ഇത്തിരി ആണത്തില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ അത് അഭി മാത്രമേ ഉള്ളൂ. ബാക്കി ആരും പെണ്ണുങ്ങളെ വാക്ക് കേട്ട് പിന്നാലെ നടക്കുന്നവനല്ല എന്നൊക്കെ പറഞ്ഞ് അനിയും വഴക്ക് പറയുന്നുണ്ട്. അനിയുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് അനാമികയും അമ്മയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. എന്താവും കേസാവും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. പിന്നീട് നയനയും അതുപോലെ തന്നെ നവ്യയും കൂടി സംസാരിക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്തായാലും ഞാൻ വിഷം കലക്കിയ പാല് തരില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റാരോണ് എന്തായാലും ചേച്ചിക്ക് കലക്കി വെച്ച പാലിൽ അവരത് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം ചേച്ചിയുടെ കുഞ്ഞ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അനാമികയുടെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയുടെ അമ്മായിമ്മ ആവുള്ളൂ എന്ന് നയന നവ്യോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഏതായാലും ശരിയാവും തന്നെ അവർക്കും അറിയാം. അതിനുശേഷം വീണ്ടും മുത്തശ്ശൻ്റെ അടുത്തേക്ക് പരാതിയായി ചെല്ലുന്നു. അവിടുന്ന് ഇങ്ങനെ ആയാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല, എൻ്റെ മോളുടെ ജീവൻ ആപത്തിന് ഞങ്ങൾക്ക് ഒരു മോളുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെയെങ്കിലും സ്വത്ത് ഭാഗം വെച്ച് 4 തിരിയും എന്നുള്ള പ്രതീക്ഷയിലാണ് രേവതി അങ്ങനെ മോളെയും കൊണ്ട് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ തന്നെ രേവതി വായ അടപ്പിക്കുന്ന രീതിയിലാണ് മുത്തശ്ശൻ്റെ സംസാരം. മുത്തശ്ശൻ പറയുന്നത്, അങ്ങനെ വിശ്വാസമില്ലാത്ത ആൾക്കാർ ആരും അനന്തപുരിയിൽ നിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. അനിയുടെ സമ്മതത്തോട് ഈ രേവതി മോളെയും വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് പൊക്കോന്ന് പറയും. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ അടി കിട്ടിയ പോലെ ആവും. രേവതി ആകെ ചമ്മി നിൽക്കുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അനാമിക അമ്മനെയും വിളിച്ചുകൊണ്ട് പോകും. മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ ഇദ്ദേഹം അങ്ങനെ പറയല്ലേ, അനിയുടെ ജീവിതമല്ലേ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കാൻ പേടിയുള്ളൊരു പോട്ടെ വസുന്ധരെ, നമ്മൾ എന്തിനാ അവരെ തടയണേന്നൊക്കെ ചോദിച്ച് മുത്തശ്ശനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും മോളും നാണം കെട്ട് പോകുന്നതൊക്കെ നോക്കി നവ്യ നല്ല പുഞ്ചിരിയോടെയും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.